ഹലോ, ഇന്ന് ഉച്ചമയക്കൊക്കെ കഞ്ഞാണീറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് മുതൽ രാത്രി വരെയുള്ള ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാ. അങ്ങനെ ഇന്ന് ഈവനിങ്ങിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നൂഡിൽസും കട്ടൻ ചായയായിരുന്നു. ഐസൂന് ഓർലിക്സും, ജൂനിയർ ഓർലിക്സാണ് ഒപ്പ് കൊടുക്കാറ്. അതൊക്കെ കുടിച്ചതേ ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഐസു സൈക്കിളൊക്കെ ഓട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. ഞങ്ങളിവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ വരെ നിൽക്കും. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സൈക്കിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി. പിന്നെ ഞാൻ ഇക്കാൻ്റെ ഉമ്മാക്ക് ഈ ഒരു സമയത്താണ് വിളിക്കൽ. അങ്ങനെ നാട്ടിലേക്കൊക്കെ കോളാക്കിയിട്ട് കുറച്ച് നേരം ഇവിടെ നിൽക്കും. അപ്പോൾ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്, നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. എന്തായാലും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലേ ഇനി ഞങ്ങൾ റൂമിൽ പോയിട്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഇതേ റൂമിൽ എത്തിയിട്ടോ, റൂമിൽ കയറിയിട്ടുണ്ട്. ഇനി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങണം. അങ്ങനെ ഏകദേശം ഇശാ മഗ്‌രിബൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉള്ളി വഴറ്റിയതും പിന്നെ അപ്പമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഐസൂന് ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കൊടുക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളും കൂട്ടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയതും ഉണ്ടാക്കിയിട്ട് അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് വിശക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് ഉള്ളി സ്പെഷ്യലാണ്, ഉള്ളിക്കുട്ടാൻ സ്പെഷ്യലാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് മിസ്സായി പോയി. അങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഐസോന് ചോറ് കൊടുക്കുകയാണ്. അവൾക്ക് വിശക്കണുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇക്കാൻ്റെ ഷോപ്പ് വരെ ഒന്ന് പോകണം, ജസ്റ്റ് വെറുതെ ഒന്ന് പോയി പോരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഐസോന് ഫുഡ് കൊടുക്കട്ടെ. ഹലോ, അപ്പം നമ്മൾ മാറ്റി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഐസമയൊക്കെ റെഡിയായി. ഐസമാൻ്റെ കൊമ്പൊക്കെ കണ്ടു. ഞങ്ങൾ കളർ ബുക്ക് വാങ്ങാൻ പോവാണ്, പോയിട്ട് വരാം. അപ്പം ഞാനും ഐസുംപാടെ റെഡി ആയിട്ട് ഇക്കാൻ്റെ ഷോപ്പിലേക്ക് പോവാണ്. ദേ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ 18ാം പടി ഇറങ്ങണം, ലിഫ്റ്റ് ഇല്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട്. ഇക്കാൻ്റെ ഷോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണലില്ല. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. പിന്നെ ഇങ്ങനെ പോയി ഞാൻ ഒറ്റയ്ക്ക് പോകും. ആദ്യമൊക്കെ ഇക്ക പാതി വഴി വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ഷോപ്പിലെത്തി. അപ്പോൾ വന്നപ്പോൾ ഇക്ക പണികളായിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ.